സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മത്സര ചിത്രം ഇന്നറിയാം. പത്രിക പിൻവലിക്കാനുള്ള അവസാന സമയം അത് വൈകിട്ട് 3 മണിയാണ്. നാമനിർദ്ദേശ പത്രിക പിൻവലിച്ച ശേഷം എന്തായാലും സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം ഉണ്ടായിരുന്ന 985 സ്ഥാനാർത്ഥികൾ ഉണ്ടാകുമോ എന്നൊക്കെ നമുക്ക് ഇന്ന് ഏറെക്കുറെ വ്യക്തമാകുമെന്ന് പ്രതീക്ഷിക്കാം. അപരന്മാർ ഉണ്ടാക്കുന്ന ഭീഷണി, അതിന്റെ ആശങ്കയിലാണ് പ്രമുഖർ അടക്കമുള്ള സ്ഥാനാർത്ഥികൾ. സാരംഗ് സുധാകരൻ കൂടുതൽ വിവരങ്ങൾ നൽകും. സാരംഗ്, ഗുഡ് മോർണിംഗ്. സാരംഗ്, ഈ 3 മണിക്കാണല്ലോ, അതൊരു വളരെ നിർണായകമായിട്ടുള്ള സമയമാണ് ഇലക്ഷൻ പ്രോസസ്സിലെ. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള ലാസ്റ്റ് മൊമെന്റ്. അപ്പോൾ ഈ അപരന്മാരെ നിയന്ത്രിക്കാൻ കഴിയുമോ എന്നുള്ളതായിരിക്കും സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചുള്ള വലിയ ചോദ്യം. എത്രത്തോളം അവർ പിന്മാറും എന്നുള്ളതൊക്കെ സംശയകരമാണ്. അതിൽ പല സ്ഥാനാർത്ഥികളും എതിർ സ്ഥാനാർത്ഥികളുടെ ആവശ്യപ്രകാരം നിൽക്കുന്നതൊക്കെ ആയിരിക്കും. അപ്പോൾ എന്താണ് ഒരു അന്തിമ ചിത്രം? എങ്ങനെയാണ് ഈ സാഹചര്യം ഉരുത്തിരിയുന്നത്? പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ ആരെങ്കിലും ഈ അപരന്മാരെ കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ടോ? എൽദോ, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ദിവസം, അതായത് നിയമസഭാ ഇലക്ഷന്റെ സുപ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. കാരണം ഈ ഒരു ഇലക്ഷന് നിരവധി, എൽദോ സൂചിപ്പിച്ച പോലെ തന്നെ അപരന്മാരുടെ ഒരു സാന്നിധ്യം എല്ലാ മണ്ഡലങ്ങളിലും പ്രമുഖർക്കെതിരെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ടായിരുന്നു എല്ലാ ഇലക്ഷൻ പ്രക്രിയകളും നടന്നതെങ്കിലും അതിലും അപരന്മാരെ സ്ഥാപിക്കാൻ, അല്ലെങ്കിൽ അപരന്മാരെ പത്രിക നൽകി മത്സര രംഗത്ത് ഇറക്കാൻ ആരും അത്ര കണ്ട് മടി കാണിച്ചില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. എല്ലാ മുന്നണികളുടെയും ഭാഗത്തുനിന്നും ഉള്ള പ്രമുഖരെയും നേരിടാൻ വേണ്ടി അപരന്മാരുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ ഇപ്പോൾ 985 സ്ഥാനാർത്ഥികളാണ് ഉള്ളത്. ഏറ്റവും കൂടുതലുള്ളത് കോഴിക്കോട് ജില്ലയിലെ കൊടുവള്ളി മണ്ഡലത്തിലാണ്. 17 സ്ഥാനാർത്ഥികളാണ്. തിരുവനന്തപുരത്തെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 16 സ്ഥാനാർത്ഥികളാണ് രംഗത്തുള്ളത്. അത്തരത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് ചിത്രം ഇന്ന് തെളിയും എന്നാണ് മനസ്സിലാക്കുക. പക്ഷേ ഇതിൽ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് നേരിടുന്ന മുന്നണികൾ എന്ന് പറയുന്നത് അപരന്മാരുടെ സാന്നിധ്യം എങ്ങനെ കുറയ്ക്കാൻ സാധിക്കും. ഇന്ന് 3 മണി വരെ സമയമുണ്ട്. ഇത്തരത്തിലുള്ളൊരു അപരന്മാരുടെ ഇത് കുറയ്ക്കാൻ വേണ്ടി അനുരഞ്ജന ചർച്ചകളും അതുമായി ബന്ധപ്പെട്ട ചർച്ചകളും ഇന്ന് നടക്കും. കാരണം ഇന്ന് പിൻവലിച്ചില്ലെങ്കിൽ അത് തെരഞ്ഞെടുപ്പിനെ ബാധിക്കും. എത്ര ചെറിയ വോട്ടാണ് അവർ നേടുന്നതെങ്കിൽ പോലും അത് തെരഞ്ഞെടുപ്പിലെ അന്തിമ വിധിയിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുമെന്ന കാര്യം തീർച്ചയാണ്. അതുകൊണ്ട് ഇന്ന് നടക്കാൻ പോകുന്ന പല ചർച്ചകളും ഈ ഒരു അപരന്മാരെ ഈ ഒരു മത്സര രംഗത്ത് നിന്ന് മാറ്റി നിർത്തുക എന്നതാണ്. അതിനൊപ്പം തന്നെ ഈ ഒരു മറ്റ് വിഷയങ്ങളും, അതായത് പ്രചാരണമടക്കം ഒരു സമാന്തരമായി നടക്കുന്നുണ്ടെങ്കിലും ഇന്നത്തെ ദിവസം കഴിയുന്നതോടുകൂടി വളരെ കുറച്ച് ദിവസം മാത്രമാണ് ഇനി ഇലക്ഷനിലേക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ഭാഗത്ത് വലിയ രീതിയിലുള്ള പ്രചാരണം നടക്കുന്നു, ഒപ്പം തന്നെ ഈ ഒരു അപരന്മാരുടെ സാന്നിധ്യവും വലിയ രീതിയിലുള്ള തലവേദന ഉണ്ടാക്കുന്നു. നമുക്കറിയാം, ഈ ഒരു 2026 ഇലക്ഷൻ വളരെ കുറഞ്ഞ സമയം മാത്രമാണ് എല്ലാ കാര്യങ്ങൾക്കും, അതായത് നാമനിർദ്ദേശ പത്രിക നൽകുന്നതായിക്കോട്ടെ, ഇലക്ഷനിലേക്കും ഒപ്പം തന്നെ അതിൻ്റെ അന്തിമ വിധിയിലേക്ക് അടക്കമുള്ള കാര്യങ്ങളിലെല്ലാം വളരെ ചുരുങ്ങിയ സമയം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. എല്ലാം വളരെ പെട്ടെന്നാണ്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ഈ ഒരു പത്രിക തള്ളിപ്പോകാനുള്ള സാധ്യതയടക്കം മുന്നണികൾ മുന്നിൽ കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഡമ്മി സ്ഥാനാർത്ഥികളെയും ഒന്നിലധികം പത്രികയടക്കം നൽകിയിരുന്നു. ഇത് തന്നെയായാലും ഇപ്പോൾ 985 സ്ഥാനാർത്ഥികൾ ഇപ്പോൾ നിലവിലുണ്ട്. അതിൽ എത്രത്തോളം പേർ ഇന്ന് 3 മണിക്കുള്ളിൽ പത്രിക പിൻവലിക്കും എന്നതുകൂടി മനസ്സിലാകുമ്പോൾ നാളെ തൊട്ട്, അല്ലെങ്കിൽ ഇന്ന് 3 മണിക്ക് ശേഷം കൃത്യമായ ഒരു മത്സര ചിത്രം തെളിയും. അതിനുശേഷമായിരിക്കും ഈ ഒരു പ്രചാരണത്തിന്റെ പൂർണ്ണമായ തോതിലേക്കുള്ള കാര്യങ്ങൾ കടക്കുക. അതിനൊപ്പം തന്നെ അപരന്മാരുടെ സാന്നിധ്യം എത്രത്തോളം ഉള്ളതെന്ന കാര്യവും വീണ്ടും നമ്മൾ പരിശോധിക്കേണ്ടി വരും. എന്ത് തന്നെ ആയാലും മത്സര ചിത്രം ഇന്ന് തെളിയും എന്നുള്ള കാര്യം തീർച്ചയാണ്. എൽദോ, റൈറ്റ്. ഒപ്പം തന്നെ സാരംഗ്, ഈ തിരുവനന്തപുരത്തെ സംബന്ധിച്ച്, തിരുവനന്തപുരത്ത് ഇന്ന് ഈ തിരുവനന്തപുരം മണ്ഡലത്തിലെ MLA ആയിട്ടുള്ള ആന്റണി രാജു കഴിഞ്ഞ ദിവസങ്ങളായിട്ട് പ്രചാരണ രംഗത്ത് സജീവമായിരുന്നില്ല. അപ്പോൾ ഈ സ്ഥാനാർത്ഥിയായി സുധീർ കരമനയെ നിശ്ചയിച്ചതിൽ അദ്ദേഹത്തിന് ചില അതൃപ്തിയും എതിർപ്പും ഒക്കെ, പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ പാർട്ടിക്കൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിനപ്പുറത്തേക്ക് ഒരു പരസ്യമായിട്ട് വോട്ട് ചോദിച്ച് അദ്ദേഹം എത്തിയിരുന്നില്ല. പക്ഷേ ഇന്ന് വഞ്ചൂരിൽ ആന്റണി രാജു എത്തുകയാണ് എന്നുള്ളത് LDFന് ആശ്വാസകരമാണ്. എപ്പോഴാണ് ആ പരിപാടി? പൂർണ്ണമായിട്ടും ഈ പ്രശ്നങ്ങളൊക്കെ മാറ്റിവെച്ചിട്ടാണോ, അതോ ഇന്ന് തൽക്കാലത്തേക്ക് പേരിന് വേണ്ടി വന്നു പോവുകയാണോ ആന്റണി രാജു? എൽദോ, CPMന്റെ അനുരഞ്ജന ചർച്ചകൾ ഫലം കണ്ടു എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം കഴിഞ്ഞ ഇത്രയും ദിവസങ്ങളായി സുധീർ കരമനയുടെ പേര് മത്സരചിത്രത്തിൽ വന്നിട്ടും പ്രഖ്യാപനം ഉണ്ടായിട്ടും അടക്കം അദ്ദേഹം, അല്ലെങ്കിൽ അതിനുശേഷം പ്രചാരണത്തിൽ ഇറങ്ങിയ ശേഷം പോലും ആന്റണി രാജുവിന്റെ ഭാഗത്തു നിന്നും യാതൊരുവിധ പിന്തുണയും ഈ പ്രചാരണ രംഗത്ത് ഉണ്ടായിരുന്നില്ല. നമുക്കറിയാം, തിരുവനന്തപുരം സെൻട്രൽ ഏറ്റവും കൂടുതൽ സസ്പെൻസ് ഒളിപ്പിച്ചു വെച്ച ഒരു മണ്ഡലമായിരുന്നു. കാരണം വൈകിയാണ് അവിടുത്തെ സ്ഥാനാർത്ഥികൾ എല്ലാ മുന്നണികളും പ്രഖ്യാപിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ സുപ്രധാനപ്പെട്ട മണ്ഡലവുമാണ്. ആ മണ്ഡലം സിറ്റിംഗ് സീറ്റ് MLA ആയിട്ടുള്ള, അല്ലെങ്കിൽ
മുൻ MLA ആയിട്ടുണ്ടായിരുന്ന ആന്റണി രാജുവിനെ തന്നെ ജനാധിപത്യ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി ആന്റണി രാജു തന്നെ മത്സരിക്കണമെന്നായിരുന്നു തുടക്കം തൊട്ടുള്ള ചർച്ച. പക്ഷേ പിന്നീട് തൊണ്ടിമുതൽ കേസുമായി ബന്ധപ്പെട്ട ശിക്ഷാവിധി നിലനിൽക്കുന്നതുകൊണ്ട് മത്സര രംഗത്തേക്ക് ഇറങ്ങാൻ കഴിയില്ല എന്നൊരു ചിത്രം വന്നതോടുകൂടിയാണ് CPM കൂടുതൽ സമ്മർദ്ദത്തിലാവുകയും, പക്ഷേ അപ്പോഴും സീറ്റ് തിരിച്ചെടുക്കുക എന്നത് ആദ്യം തന്നെ മുന്നണിയുടെ മുന്നിൽ ഉണ്ടായിരുന്നില്ല. പിന്നീടാണ് സീറ്റ് തിരിച്ചെടുക്കുകയും ഈ ഒരു സുധീർ കരമനയെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിലനിർത്ത അടക്കം ചെയ്യുന്നത്. അതായത് ഈ ഒരു CPM-ന്റെ സഹയാത്രിയായിരുന്നു അദ്ദേഹം, സഹയാത്രികയായിരുന്നു. വളരെ ചെറുപ്പം തൊട്ട് തന്നെ ഇടതുപക്ഷ സഞ്ചാരി കൂടിയാണ്. അത് തുടക്കം ഈ ഒരു പ്രഖ്യാപനം വന്നതിന് ശേഷം പ്രചാരണ രംഗത്തിൽ നിന്ന് മാറി നിന്നത് വലിയ രീതിയിൽ വിമർശനങ്ങൾക്ക് കാരണമായിരുന്നു. അതിനുശേഷമാണ് സമൂഹ മാധ്യമങ്ങൾ വഴി വീഡിയോ ചെയ്തുകൊണ്ട് ഇത്തരത്തിൽ പ്രചാരണ രംഗത്ത് തുടക്കം കുറിച്ചത്. അതിനുശേഷം വീണ്ടും അനുരഞ്ജന ചർച്ചകളും മറ്റും നടത്തിയതിന് ഫലമായിട്ടാണ് ഇന്ന് വൈകിട്ട് 5 മണിക്കാണ് വഞ്ചിയൂരിലെ ഈ ഒരു പ്രചാരണ കൺവെൻഷനിലേക്ക് അദ്ദേഹം എത്തുമെന്ന് അറിയിച്ചിരിക്കുന്നത്. എന്തുതന്നെയായാലും വരും ദിവസങ്ങളിൽ ഇതിൽ കൂടുതൽ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കാൻ സാധ്യതയുണ്ട്. വലിയ രീതിയിലുള്ള മത്സരം നടക്കുന്ന ത്രികോണ മത്സരം നടക്കാനടക്കം സാധ്യതയുള്ള ഒരു മണ്ഡലമാണ് തിരുവനന്തപുരം സെൻട്രൽ. മാത്രമല്ല സെലിബ്രിറ്റി സ്ഥാനാർത്ഥിയാണ് ഇപ്പോൾ സുധീർ കരമന. മാത്രമല്ല കരമന ജയനുണ്ട്. അത്തരത്തിലുള്ള പ്രമുഖ സ്ഥാനാർത്ഥികളാണ് അവിടെ മത്സരിക്കുന്നതും. എന്തുതന്നെയായാലും ആന്റണി രാജു കൂടി പ്രചാരണത്തിലേക്ക് ഇറങ്ങുന്നതോടുകൂടി മത്സരരംഗം കൂടുതൽ ചൂടുപിടിക്കും, പ്രചാരണ രംഗവും കൂടുതൽ ചൂടുപിടിക്കും. അത് ഈ ഒരു ഫലത്തെയും വോട്ടെടുപ്പിനെയും എല്ലാം കാര്യമായ രീതിയിൽ സ്വാധീനിക്കുമെന്ന കാര്യം തീർച്ചയാണല്ലോ. റൈറ്റ്. എന്തായാലും ആന്റണി രാജു കൂടി എത്തുന്നതോടുകൂടി ചൂടുപിടിക്കുന്ന പ്രതീക്ഷിക്കാൻ തിരുവനന്തപുരത്ത്. എന്തായാലും ഇന്ന് വഞ്ചൂരിൽ അദ്ദേഹം സുധീർ കരമനയ്ക്ക് വേണ്ടി വോട്ട് ചോദിച്ചെത്തുമെന്നുള്ളതാണ്. ഇനി കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.